ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ എല്ലാ ദിവസങ്ങളിലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അവസാനമായിട്ട് നമ്മൾ എടുത്തത് ചേരിചേരാ പ്രസ്ഥാനം, അതെങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു അവസാനിപ്പിച്ചു. നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. നോക്കുക, പശ്ചിമേഷ്യ. പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ഫലസ്തീൻ വിഷയങ്ങള് ഇപ്പോ കുറച്ചുകൂടി വളരെ രൂക്ഷമായിട്ട് ഇന്നത്തെ പത്രത്തിൽ ഞാൻ അവസാനമായിട്ട് വായിച്ച വാർത്ത എന്ന് പറയുന്നത് എന്താണ്, വെടിനിർത്തൽ കരാർ ഏകദേശമൊക്കെ 32,000 പേരോളം ആളുകളൊക്കെ മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഏറ്റവും അവസാനമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ അതിനെ കുറിച്ചാണ് പശ്ചിമേഷ്യയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കുവാനായിട്ട് പോകുന്നത്. പശ്ചിമേഷ്യ ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലീവിലെയും മറുകൈയിൽ വിമോചന പോരാളികളുടെ തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എന്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഫലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനായിരുന്ന യാസർ അറാഫത്ത് 1974 UN അസംബ്ലിയിൽ ചെയ്ത പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്താണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ തേടിപ്പോയി കഴിഞ്ഞാൽ എന്താണ് പശ്ചിമേഷ്യയിൽ എന്താണ് ജനജീവിതത്തിന് എന്താണ് 1000-ഉം 2000-ഉം ഒക്കെ വർഷങ്ങൾക്ക് മുകളിൽ എന്താണ് പഴക്കമുണ്ടാകും. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം ഒരു 150 വർഷം ഒക്കെ എന്താണ് പഴക്കമുള്ള ഒരു പ്രശ്നങ്ങളാണ് ഫലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടക്കുന്ന പ്രശ്നങ്ങൾ. ഇതിൽ നമ്മളേക്ക് ഏറെ പേരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഫലസ്തീനിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഫലസ്തീൻ ഇസ്രായേൽ വിഷയം എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മളിൽ പലർക്കും ഉണ്ട്. മതം ഒരു ഘടകമാണ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളിൽ മതവും ഒരു ഘടകമാണ്. പക്ഷേ അവിടുത്തെ എന്താണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മതമല്ല, അതെന്താണ്, അത് പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ്. പൊളിറ്റിക്സ് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ദേശീയതയുമായി ബന്ധപ്പെടുന്നതാണ്. അങ്ങനെയുള്ള വിഷയങ്ങളാണ് അവിടുത്തെ, അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ എന്താണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ജെറുസലേം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ സെമറ്റിക് മതങ്ങൾ എന്ന് പറയുമ്പോൾ ജൂയിഷ്, ജൂതമതം, ക്രിസ്ത്യാനിറ്റി, മുസ്ലിംസ്, ഈ 3 മതവിഭാഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന മതപരമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വിഭാഗങ്ങൾക്കെല്ലാം തന്നെ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കുറെ കാലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിൽ ഈ പറയുന്ന ഫലസ്തീനും ആ പ്രദേശങ്ങളും വന്നുപെടുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അപ്പൊ 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് വരെ ഈ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ ആരുടെ കയ്യിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉസ്മാനിയ എംപയറിന്റെ കീഴിലായിരുന്നു. ഉസ്മാനിയ എംപയർ എന്ന് പറഞ്ഞാൽ ഓട്ടോമൻ എംപയർ എന്ന് നമ്മൾ പറയുന്ന തുർക്കികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഫലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ. അപ്പോ 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഈ ഓട്ടോമൻ എംപയർ എന്ന് പറയുന്ന രാജ്യം ആരുടെ കൂടെ ആയിരുന്നു എന്ന് നമ്മൾ 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ പഠിച്ചു. ആരുടെ കൂടെ ആയിരുന്നു അവര് ജർമ്മനിക്കും ഇറ്റലിക്കും ഒക്കെ ഒപ്പം നിന്നാണ് ഓട്ടോമൻ എംപയർ എന്ത് ചെയ്യുന്നത് ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ബ്രിട്ടനെ എന്താണ് ഇവരെ തോൽപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ഓട്ടോമൻ എംപയറിനെ തോൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ ഒരു പിന്തുണ ബ്രിട്ടനെ നേടിയെടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോ ഈ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് അതേ കാലഘട്ടം മുതൽ അവിടെ ഒരു 150-200 വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്താണ് അവിടെ ഒരു 70% മുസ്ലിംസ് ആണ്.
പിന്നെന്താണ് ഒരു 10-15% മുകളിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ജൂതന്മാരും എന്താണ് അങ്ങനെ ഒരു വിഭാഗമായിട്ട് എന്താണ് ബാക്കി ഒരു 15% ജൂതന്മാരും ഉള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഫലസ്തീൻ ഉൾപ്പെടുന്ന ആ ഭൂപ്രദേശം എന്ന് പറയുന്നത്. അപ്പോ 1700 അല്ലെങ്കിൽ 1780 കാലഘട്ടങ്ങളിലാണ് ഈ ജൂതന്മാർക്ക് അവർക്ക് എന്താണ് ഒരു സ്ഥലം വേണം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്ന ആശയം ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് സിയോണിസം എന്ന് വിളിക്കുന്നത്. എന്താണ് സിയോണിസം? അതായത് ജൂതന്മാർക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് തിയേഡർ ഹെർഷൽ എന്ന് പറയുന്ന ഒരു ജൂവിഷ് എഴുത്തുകാരനാണ്. ആരാണ്? തിയേഡർ ഹെർഷൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സിയോണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സിയോണിസം എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് എന്താണ് അവരുടേതായിട്ട് ഒരു രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യമാണ്. അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് തിയോഡർ ഹെർഷൽ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്യുന്നത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോ ഈ കാലഘട്ടം മുതൽ തന്നെ എന്താണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഇന്നത്തെ ആ രാജ്യം ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്തുണ്ടാവുന്നു? ജൂതന്മാരുടെ ഒരു മൈഗ്രേഷൻ ഉണ്ടാവുന്നു. ഈ ജൂതന്മാരുടെ മൈഗ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് അവിടുത്തെ അറബ് പോപ്പുലേഷൻ അല്ലെങ്കിൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ആളുകൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അവരുടെ സ്ഥലത്തേക്ക് ഈ ജൂയിഷ് കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അവർ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്താ ചെയ്യുന്നു? അവിടെ എന്താണ് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നൊക്കെയുണ്ട്. അപ്പൊ ഈ 1780-കളിലാണ് ഈ പറയുന്ന സിയോണിസം അവതരിപ്പിക്കപ്പെടുന്നത്. ഈ സിയോണിസം അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം എന്താണ് ജൂയിഷ് സെറ്റിൽമെന്റുകൾ ഉണ്ടാകുന്നു. അവിടെ ആദ്യകാലങ്ങളിൽ എന്താണ് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയത്താണ് എന്ത് വരുന്നത്? ഈ ബ്രിട്ടനിലെ 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോ എന്താണ് ഇവർക്ക് പിന്തുണ വേണം, അവിടെ താമസിക്കുന്ന ആളുകളുടെ പിന്തുണ വേണം. അപ്പോ അറബുകൾക്ക് വേണ്ടിയിട്ട് മക്കയിലെ സുൽത്താനുമായിട്ടും പിന്നെ എന്താണ് ജൂതന്മാർക്ക് വേണ്ടിയിട്ട് എന്താണ് ജൂതന്മാരോടും പിന്നെന്താണ് അങ്ങനെ ഇവർ വ്യത്യസ്തമായിട്ടുള്ള അവിടെ ജീവിക്കുന്ന ആളുകളോട് എന്ത് ചെയ്യുന്നു? എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രാഷ്ട്രം എന്നുള്ള സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം സഹായിക്കാമെന്ന് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അറബ് ജനതയ്ക്കും എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ബ്രിട്ടൻ വാക്ക് കൊടുക്കുന്നു. അതിനൊപ്പം തന്നെ ജൂയിഷ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യുന്നു വാക്ക് കൊടുക്കുന്നു. അപ്പോ 1-ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഉസ്മാനിയ എംപയർ അല്ലെങ്കിൽ ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് പരാജയപ്പെടും. ഓട്ടോമൻ എംപയറിന്റെ പരാജയത്തിന് ശേഷം ബ്രിട്ടന്റെ കീഴിലേക്ക് ഈ പറയുന്ന ഭൂപ്രദേശങ്ങളുടെ അധികാരം വരുന്നു. അപ്പോഴാണ് ബ്രിട്ടൻ പറഞ്ഞത് എന്താണ്? ബ്രിട്ടൻ ആദ്യ സമയത്ത് എന്ത് ചെയ്യുന്നു? ജൂതന്മാരുടെ മൈഗ്രേഷനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അറബ് വംശരുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഈ വരുന്ന ജൂയിഷ് ആയിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ബ്രിട്ടൻ ഇവരുടെ കുടിയേറ്റം എന്നുള്ളത് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇവരുടെ പ്രൊട്ടസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുന്നു. അപ്പൊ ഇങ്ങനെ പോവുകയാണ്. ഈ സമയത്താണ് വീണ്ടും 2-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ഈ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് എന്തുണ്ടാകുന്നത്? അതായത് ഈ പറയുന്ന 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണ് കൂടുതലായിട്ട് ജൂയിഷ് ആയിട്ടുള്ള ആളുകൾ എന്താണ് ഹിറ്റ്ലറുടെ നാസി പാർട്ടിയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു. അവർ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ആട്ടിയോടിക്കപ്പെടുന്നു. അപ്പോൾ അവർക്കൊരു സെറ്റിൽമെന്റിന്റെ ആവശ്യകത അവിടെ ഉയർന്നു വരികയും അവരെന്ത് ചെയ്യുന്നു? കൂടുതലായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുകയും പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം ഉണ്ടാവുകയും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോ നമ്മൾ ആ ചരിത്രമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കുക, 1-ാം ലോക മഹായുദ്ധം വരെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് എന്ത് ചെയ്യുന്നു? പശ്ചിമേഷ്യൻ മേഖലയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം അനുവദിക്കുമെന്ന ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഇതിനെ ബാൽഫർ പ്രഖ്യാപനം എന്ന് അറിയപ്പെടുന്നു. ജൂതർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്താണ് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ എന്തായിരുന്നു? പീഡനങ്ങൾ നടത്തി. ഇത്തരം സംഭവങ്ങൾ ജൂതർക്ക് എന്താണ് സ്വന്തമായിട്ടൊരു രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യത്തിന് എന്ത് ചെയ്യുന്നു? തീവ്രത കൂട്ടുന്നു. അങ്ങനെ 1948
ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നത്. ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്ന UN ഇടപെടലോട് കൂടിയാണ് എന്തുണ്ടാകുന്നത്, ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ എന്താണ് ഇസ്രായേലിന്, കുറച്ച് ഭാഗം ഫലസ്തീനിലുള്ള ജനതയ്ക്ക്. അങ്ങനെയാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്താണ് ഫലസ്തീന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം സെറ്റിൽമെന്റുകളിലേക്ക്, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ അറബ് വംശജർക്ക് കൊടുത്ത ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് പയ്യെ പയ്യെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, ജൂയിഷ് സെറ്റിൽമെന്റുകൾ ആരംഭിക്കുന്നു. അങ്ങനെ ജൂതരെ കൊണ്ടുവന്ന് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പുകളിലും ഒക്കെ എന്ത് ചെയ്യുന്നു, അവര് താമസിപ്പിക്കുന്നു. ഈ താമസിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇവരുടെ ഈ ജനവിഭാഗങ്ങളുടെ പ്രൊട്ടക്ഷൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് പയ്യെ പയ്യെ ആദ്യം തന്നെ ഇസ്രായേൽ പോലീസ് ഫലസ്തീൻ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്നു. പിന്നീട് എന്താണ് മിലിറ്ററി, ഇസ്രായേൽ മിലിറ്ററി ഈ പറയുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ആ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് വലിയ വലിയ യുദ്ധങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത്. അപ്പൊ 1948 ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നതിന്. അതിനവർ വലിയ യുദ്ധങ്ങൾ തന്നെ ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ചെയ്യേണ്ടി വരുന്നു. ആദ്യം തന്നെ 1948, 49 കാലഘട്ടങ്ങളിൽ എന്താണ് ഇസ്രായേൽ അറബ് യുദ്ധം ഉണ്ടാകുന്നു, ഇസ്രായേലുകാർ ജയിക്കുന്നു. പിന്നീട് 60, 61 കാലഘട്ടങ്ങളിൽ വീണ്ടും എന്താണ് 67 കാലഘട്ടങ്ങളിൽ 6 ദിന യുദ്ധം, എന്താണ് ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, വീണ്ടും 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നടത്തുന്നു. ആ യുദ്ധത്തിലും ഇസ്രായേൽ ജയിക്കുന്നു. ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇസ്രായേലിന്റെ കീഴിലായി മാറുന്നു. വീണ്ടും UN ഇടപെടൽ ഉണ്ടാകുന്നു. ഇസ്രായേലുകാരെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നു. അപ്പോ ഇതിനിടയ്ക്ക് ഈ കാലഘട്ടങ്ങളിൽ തന്നെ എന്തുണ്ടാകുന്നു, ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലും വളരെ തീവ്രമായിട്ടുള്ള ആശയങ്ങൾ പിൻപറ്റുന്ന ചില ഹമാസ് പോലെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിലാണെങ്കിൽ എന്താണ് ഈ സിയോണിസം, അതൊരു തീവ്ര ദേശീയതയായി കാണുന്ന ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവരാരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, ഇന്ന് ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ കാണുന്ന എല്ലാവിധ വിഷയങ്ങൾക്കും കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും എന്താണ് തമ്മിൽ നിരവധി യുദ്ധങ്ങൾ ഉണ്ടായി. ഇസ്രായേൽ പലസ്തീനെ കൈവശപ്പെടുത്തി. ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന പലസ്തീൻകാർ എന്ത് ചെയ്യുന്നു, വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി. ഇസ്രായേലിന്റെ രൂപീകരണത്തോട് അഭയാർത്ഥികളാകേണ്ടി വന്ന ഫലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫലസ്തീൻ വിമോചക സംഘടനയായിട്ടുള്ള പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLO എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്യുന്നത് 1960കളിൽ രൂപീകരിക്കപ്പെടുന്നത്. ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ യാസിർ അറാഫാത്ത് എന്ന് പറയുന്നത്. നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 എന്ത് ചെയ്യുന്നു, അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം എന്ത് ചെയ്യുന്നു, പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുവാൻ എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ അംഗീകരിക്കുന്നു. പക്ഷെ എന്താണ്, ഇത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യപ്പെട്ടില്ല, ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി എണ്ണ രാഷ്ട്രീയ ആയുധമാകുന്നു. ലോകത്തിലെ എണ്ണ സമ്പത്തിന്റെ പകുതിയും പശ്ചിമേഷ്യയിലാണുള്ളത്. അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന രൂപീകരിക്കപ്പെടുന്നു. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് എണ്ണ ഒരു സമ്മർദ്ദതന്ത്രമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. എണ്ണ ഉൽപാദനം കുറച്ചും വില വർദ്ധിപ്പിച്ചുമാണ് പ്രസ്തുത തന്ത്രം നടപ്പിലാക്കിയത്. അപ്പോ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്, എന്താണ് പരസ്പരം ഒരു ചർച്ചയിലൂടെ രമ്യമായിട്ട് രണ്ട് വിഭാഗങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആയുധം അല്ലെങ്കിൽ തീവ്ര നിലപാടുകൾ രണ്ടു പക്ഷത്തു നിന്നും ഉണ്ടാകുന്നത് സമാധാനത്തിനൊരു ഭൂഷണമല്ല. മനുഷ്യർ പറഞ്ഞ് അല്ലെങ്കിൽ മനുഷ്യർ സംസാരിച്ച് പരസ്പരം കൈകൊടുത്ത് സമാധാനപൂർവമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പലസ്തീനില് സമാധാനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുനഃസ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനെ ഇരു കൂട്ടരുടെ ഭാഗത്ത് നിന്നും ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാകേണ്ടി വരും. അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ, സമാധാനം നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യുദ്ധം എന്താണ്, ഒന്നിനും ഒരു പോംവഴിയല്ല. അടുത്തത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ്.
20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യ ദശകത്തിൽ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണ് കോൾഡ് വാർ അഥവാ ശീതയുദ്ധത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് അമേരിക്കൻ ഒരു ചേരിയിൽ അമേരിക്കയുടെ കീഴിലുള്ള മുതലാളിത്ത ശക്തികളും മറുചേരിയിൽ USSRന് കീഴിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും എന്താണ് പരസ്പരം ഞങ്ങളിൽ ആരാണ് അതിശക്തരെന്ന് കാണിക്കുവാനായിട്ട് എല്ലാവിധ മേഖലകളിലും എന്താണ് ഒരു കിടമത്സരം നടന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശീതസമരം എന്ന് പറയുന്നത്. പക്ഷെ ശീതസമരത്തിന്റെ അവസാനത്തിൽ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നു അത് തകർച്ചയിലേക്ക് പോവുകയും അമേരിക്ക എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി മാത്രം എന്താണ് ആഗോള ശക്തിയായിട്ട് നിലനിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിന് പിന്നിൽ USSRന്റെ തകർച്ചയ്ക്ക് മുന്നിൽ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഇടപെടലുകൾ ഒരുപാടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ ബെർലിൻ ജർമ്മനി എന്ന് പറയുന്നത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ 2 കഷ്ണങ്ങളാക്കി മാറ്റി. ഒരു ഭാഗത്ത് അമേരിക്കയുടെ കീഴിലുള്ള ജർമ്മനി, മറുവശത്ത് എന്താണ് USSRന്റെ കീഴിലുള്ള സോഷ്യലിസ്റ്റ് ജർമ്മനി. അപ്പോ ഒരു വശത്ത് നോക്കുമ്പോൾ അമേരിക്കയുടെ കീഴിലുള്ള മുതലാളിത്ത ജർമ്മനി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ജർമ്മനി വളരെ വേഗം അവരുടെ ഇക്കണോമി ഡെവലപ്പ് ആകുകയും എന്താണ് വലിയ വലിയ മാറ്റങ്ങൾ ജർമ്മനിയിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇപ്പുറത്താണെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള യാതൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ് ഈ USSRൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിലെ ആളുകളുടെ അഴിമതി, സ്വജനപക്ഷപാതം, അങ്ങനെയുള്ള വേറെ വിഷയങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നു. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജർമ്മനിയിലുണ്ടായിരുന്ന ബെർലിനിലുണ്ടായിരുന്ന മതിൽ, 2 ജർമ്മനിയായിട്ട് തിരിച്ചിരുന്ന മതിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു പൊളിച്ചു മാറ്റുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു വീണ്ടും ജർമ്മനി ഒന്നാകുന്നതൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും ഈ USSRന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ, മിഖായിൽ ഗോർബച്ചേവ് എന്ന് പറയുന്നത്. അദ്ദേഹം USSRന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം എടുത്ത ചില നയങ്ങളാണ് എന്തെന്ന് പറയുന്നത് USSRന്റെ തകർച്ച എന്ന് പറയുന്നത് പരിപൂർണമാക്കിയത്. അദ്ദേഹം ആ നയങ്ങൾ എടുത്തില്ലായിരുന്നുവെങ്കിലും എന്ത് ചെയ്യുമായിരുന്നു, USSR കുറച്ചു കാലം കൂടി എന്താണ് ആയുധം ഉപയോഗിച്ച് തങ്ങളുടെ കീഴിലുള്ള സ്റ്റേറ്റുകളെ അടിച്ചമർത്തി മുന്നോട്ട് പോകും. പക്ഷെ അതെന്തായിരുന്നില്ല, ശാശ്വതം ആകുമായിരുന്നില്ല. അപ്പോ 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലുണ്ടായിരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് സോവിയറ്റ് യൂണിയൻ അഥവാ USSR എന്ന് പറയുന്നതിന്റെ തകർച്ച. മിഖായിൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ, അത് ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്നീ പേരുകളിലാണ് ഈ ഭരണപരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഈ ഗ്ലാസ്നോസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ രംഗത്തും ഒരു ഫ്രീഡം കൊടുക്കുക, രാഷ്ട്രീയ രംഗത്തൊക്കെ എന്ത് ചെയ്യുക, ഒരു ഫ്രീഡം നൽകുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്ലാസ്നോത്ത് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ഇവിടെ അത് കൂടുതലായിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മിഖായിൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം, ഓപ്പൺനെസ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്ന ഒരു സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മറ്റു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള എന്തുണ്ടാകില്ല, അധികാരവും അവകാശങ്ങളും ഒന്നും ഉണ്ടാകുകയില്ല. അപ്പോ അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഒരു മാറ്റം കൊണ്ടുവന്നു. അതായത് ഇത് പ്രകാരം എന്താണ്, പൗരാവകാശങ്ങളിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും എന്ത് ചെയ്തു, നീക്കം ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന എന്ത് ചെയ്യുന്നു, പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ടാണ് എന്തുകൊണ്ടുവന്നത്, ഈ പെട്രോയിക്കയും കൊണ്ടുവന്നത്. പെട്രോയിക്ക എന്ന് പറയുന്നത് എന്താണ്, ഒരു അതിന്റെ ഇക്കണോമി, അതായത് കൂടുതലായിട്ട് സോഷ്യലിസ്റ്റ് ഇതിൽ നിന്ന് സോഷ്യലിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഇക്കണോമി എന്ത് ചെയ്യുക, കുറച്ച് ഒക്കെ എന്ത് ചെയ്യുക, മുതലാളിത്തത്തിന്റെ ചില വശങ്ങളൊക്കെ കൂടി കുറച്ചുകൂടി എക്കണോമി എന്ത് ചെയ്യുക, ലിബറലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് പെരിസ്ട്രോയിക്ക നടപ്പിലാക്കി. ഉൽപാദന മേഖലകളിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിൽ എന്ത് ചെയ്യുക, ഇളവ് വരുത്തുക എന്നിവ എന്ത് ചെയ്തിരുന്നു, ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പോ ഈ 2 ഗ്ലാസ്നോത്ത് എന്ന് പറയുന്ന നയവും പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന നയവും എന്ത് ചെയ്തു, USSRന്റെ തകർച്ചയ്ക്ക് വലിയ പങ്കുവഹിച്ചു. ഇത് നടപ്പിലാക്കിയത് ആരാണ്, മിഖായിൽ ഗോർബച്ചേവ് ആയിരുന്നു. സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും, സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം, ഇവയൊക്കെ എന്തിന്റെ കാരണമായിട്ട് മാറി,
USSRന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറി. 1991 ഗോർബച്ചേവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ സംവിധാനം എന്ത് ചെയ്യുന്നു? ഇല്ലാതെയാകുന്നു, മാറുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതസമരം എന്ത് ചെയ്യുന്നു? അവസാനിച്ചു. ഇത് അന്തർദേശീയ രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി. ഇരുധ്രുവ ലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഒരു ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്യുന്നു. ഏകധ്രുവ ലോകം, അമേരിക്കൻ ആധിപത്യം. സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി. ഇതോടെ ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം അമേരിക്കയായി. ഇത് ഏകധ്രുവ ലോകം എന്ന് അറിയപ്പെടുന്നു. അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്തുവാനായിട്ട് എന്ത് ചെയ്തു? പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അവ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തു? സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകി. സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിച്ചു. മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു? ഉപയോഗിച്ചു. അപ്പോ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ നയങ്ങളാണ് ഗൾഫ് യുദ്ധത്തിന് എന്തായി മാറിയത്? കാരണമായത്. തങ്ങളുടെ സൈനിക ശേഷിയും സാങ്കേതിക മികവും ഈ യുദ്ധങ്ങളിൽ എന്ത് ചെയ്തു? അമേരിക്ക ഉപയോഗിച്ചു. എന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മകളിൽ എന്ത് ചെയ്തു? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. ഗൾഫ് യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത്. 1991-ലും 2003-ലുമാണ് എന്ത് ചെയ്യുന്നത്? ഗൾഫ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യ സൈന്യം ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുമുണ്ടായ തർക്കങ്ങളാണ് എന്നത് ഈ യുദ്ധങ്ങൾക്ക് കാരണമായി മാറിയത്. അടുത്തത് നവ സാമ്രാജ്യത്വം, നിയോ ഇംപീരിയലിസം. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള ഒരു സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വികസനവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തികവും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടുവാനായിട്ട് തുടങ്ങി. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നവസാമ്രാജ്യത്വം അഥവാ നിയോ ഇംപീരിയലിസം എന്നറിയപ്പെടുന്നത്. മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പത്ത് കൈവശപ്പെടുത്തുവാൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിച്ചു. അവരുടെ തന്ത്രങ്ങൾക്ക് പുതിയൊരു ഉപഭോഗ സംസ്കാരം വളരുന്നതിന് കാരണമായി. ഇതിലൂടെ വികസ്വര രാഷ്ട്രങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ എന്തായി മാറി? കമ്പോളങ്ങളായി മാറി. വികസിത രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ വരെ എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ കഴിയാത്ത തദ്ദേശീയ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ തുടങ്ങി? പയ്യെ തകരുവാനായിട്ട് തുടങ്ങി. അടുത്ത ന്യൂ ഇക്കണോമിക് പോളിസി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിലും ഒരിക്കൽ കൂടി വായിച്ചു പോകാം. ഈ നവ സാമ്രാജ്യത്വത്തിന്റെ ആശയങ്ങളായിരുന്നു ഈ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അതായത് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, LPG റിഫോംസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മൂലധനത്തിനും എന്താണ്? നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരുവാനും ഇറക്കുമതി നിയമങ്ങളും എന്ത് ചെയ്തു? നികുതികളും ഒക്കെ ഉദാരമാക്കി. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്തു? ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു. മത്സരങ്ങളിൽ ഊന്നിയ കമ്പോളം നിലവിൽ വന്നു. അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF, ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. ആഗോളവൽക്കരണം ലോകത്തിന് മുന്നിൽ പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടു. വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തികളിലുള്ള കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം അഥവാ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ആശയത്തിന് രൂപം നൽകി. എന്നാൽ ആഗോളവൽക്കരണം എന്ത് ചെയ്തു? വികസ്വര രാജ്യങ്ങളെ
ദോഷകരമായിട്ട് ബാധിച്ചു. അതെങ്ങനെയാണെന്ന് നോക്കാം. ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് എന്ത് ചെയ്തു? സർക്കാർ പിന്മാറി. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് 20-ാം നൂറ്റാണ്ട്, ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇതിനു മുമ്പ് 2ാം ലോക മഹായുദ്ധവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 1ാം ലോക മഹായുദ്ധവും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു. ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് അത്രക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ വേഗത്തിൽ എന്ത് ചെയ്തത്, ഈ ഭാഗം എടുത്ത് തീർത്തത്. നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്റർ പൊതുഭരണം എന്നുള്ളതാണ്. നോക്കുക, നിങ്ങൾ ഇവിടെ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ വിവരാവകാശ നിയമത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു ഒരു ക്ലാസ്സിൽ. അതിന്റെ വേറൊരു ഭാഗം നമുക്ക് എടുക്കുവാനായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എടുക്കും. അപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇത് എടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വിവരാവകാശ നിയമം ഉണ്ടായത്, ഏത് വർഷമാണ് ഉണ്ടായത്, അതിന്റെ പിന്നിൽ എന്താണ് കാരണങ്ങളൊക്കെ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഒരു വിവരാവകാശ നിയമം കൊടുക്കുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റ് ആണ്. നിങ്ങൾക്കത് പഠിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. PSCക്ക് ഇതിന്റെ ആവശ്യകതയില്ല. പക്ഷെ ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഒരു വിവരാവകാശം നിയമം കൊടുക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇതുകൂടി വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. നോക്കുക, പ്രേഷിതൻ ഫ്രം ടു എന്നൊക്കെ പറയുന്നത് തന്നെയാണ്, അതിന്റെ മലയാളമാണ്. ശ്രീകർത്താവ് ഇപ്പൊ സുരേഷ് കുമാർ ആണ് കൊടുക്കുന്നത്. ആരാണ് കൊടുക്കുന്നത് വെച്ചാൽ അയാളുടെ അഡ്രസ് റൈറ്റ് സൈഡിൽ ഒരു 10 രൂപയുടെ കോഡ് ഫ്രീ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. ശ്രീകർത്താവ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരമന, തിരുവനന്തപുരം. സാർ, അപ്പോ അദ്ദേഹം ചോദ്യം എന്താണ് എന്നുള്ളതാണ്. സാർ, വിവരാവകാശ നിയമം 2005 പ്രകാരം താങ്കളുടെ വിദ്യാലയത്തിൽ, അപ്പൊ ലൈബ്രറിയിലെ വിവരങ്ങളാണ്, നമുക്ക് അങ്ങനെ ഏത് വിവരങ്ങൾ വേണമെങ്കിൽ കിട്ടും. ഇതൊരു ഉദാഹരണമാണ്. നോക്കാം. സാർ, വിവരാവകാശ നിയമം 2005 പ്രകാരം താങ്കളുടെ വിദ്യാലയത്തിൽ സ്കൂൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്കുള്ള വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, വിദ്യാലയത്തിൽ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രവർത്തന സമയം എപ്പോൾ മുതൽ എപ്പോൾ വരെ? 2, ലൈബ്രറിക്ക് പ്രത്യേക ചുമതലക്കാരനുണ്ടോ? 3, സ്കൂൾ ലൈബ്രറി സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം എത്ര പുസ്തകങ്ങളുണ്ട്? 4, സ്കൂൾ ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാം? 2, അതിന്റെ അടിയിലായിട്ട് പേര്, ഒപ്പ്, പിന്നെ എന്താണ് സ്ഥലം, ഡേറ്റ്. ഇങ്ങനെയാണ് ഒരു വിവരാവകാശ നിയമം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് ഓഫീസിലായാലും സമർപ്പിക്കുന്നത്. ഇതിന്റെ ഉത്തരം എങ്ങനെ കിട്ടുമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, വരും ഭാഗങ്ങളിൽ നമുക്ക് നോക്കി പോവാം. ഇതിന്റെ ഒരു ഫോർമാറ്റ്, നിങ്ങൾക്ക് ഈ ഫോർമാറ്റിൽ ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്നും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കുവാനായിട്ട് കഴിയും. അതാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. സ്കൂളുകളെ പോലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളും അവരുടെ എന്താണ് ചുമതലകളുമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് ചികിത്സാ സൗകര്യം ഒരുക്കുന്നു. കൃഷിഭവൻ എന്ത് ചെയ്യുന്നു, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു, ക്രമസമാധാനം പാലിക്കുന്നു. അപ്പോ ഓരോ സ്ഥാപനവും എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ചുമതലകളാണ് നിർവഹിക്കുന്നത്. അപ്പോ ഗവൺമെന്റ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എന്തെന്ന് പറയുന്നത് ചുമതല എന്നുള്ളത്. നമ്മളപ്പോ ഇനി പഠിക്കാൻ പോകുന്നത് പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് എൻ ഗ്ലാഡൻ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യനായിട്ടുള്ള ചിന്തകനായിട്ടുള്ള എൻ ഗ്ലാഡന്റെ നിർവചനമാണ് എന്തെന്ന് പറയുന്നത്. പൊതുഭരണം എന്നാൽ എന്താണ്, ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. അപ്പോ ഇതിൽ നിന്ന് എന്താണ്, പൊതുഭരണത്തിന്റെ പ്രധാന മേഖല ഗവൺമെന്റ് ഭരണമാണെന്ന് മനസ്സിലാക്കാം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യവും
മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പൊതുഭരണം എന്ന് പറയുന്നത്. ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റുകൾക്ക് നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും എന്താണ്? ഒരു ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ എന്താണ്? പൊതുഭരണത്തിന്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. രാജഭരണകാലത്ത് രാജാവിന്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്താണ്? ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രധാനം എന്ന് പറയുന്നത്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമാകുന്നത് ഈ പൊതുഭരണ സംവിധാനങ്ങളിലൂടെയാണ്. നോക്ക, പൊതുഭരണത്തിന്റെ പ്രാധാന്യമാണ്. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ചാർട്ട് നോക്കുക. ഇതിൽ നമുക്ക് അത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ചാർട്ട് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് വായിച്ചു പോകുന്നതാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കേണ്ട ആവശ്യകതയും ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിത് വായിച്ചു പോകുന്നത്. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണ്? ഒന്ന്, ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നു. ജനക്ഷേമം ഉറപ്പാക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നു? ലഭ്യമാക്കുന്നു. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ആര് ലക്ഷ്യം വെച്ചത്? ഗാന്ധിജി ലക്ഷ്യം വെച്ചത്. നോക്കുക, നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ എന്ത് ചെയ്തു? പൊതുഭരണ കാഴ്ചപ്പാടിനെ എന്ത് ചെയ്തു? വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിന്റെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത് പറയുന്നത്? ഈ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തി രാജ്, മുനിസിപ്പാലിറ്റി ആക്ട്, ഇതൊക്കെ പറഞ്ഞില്ലേ? ഇതെല്ലാം ഇതിന്റെ എല്ലാം ആശയം എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ആശയങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി. നോക്കുക, ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഗവൺമെന്റിന്റെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായിട്ട് ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയിലെ ചലനാത്മകമാക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഈ ഉദ്യോഗസ്ഥരിലൂടെ ആണ്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രാറ്റ്സ് എന്ന് വിളിക്കുന്നു. രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മാനുഷ്യ വിഭവങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? ബ്യൂറോക്രാറ്റ്സ് ആണ്. ഈ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് എന്താണ്? ചില സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. അവ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ശ്രേണിപരമായിട്ടുള്ള സംഘാടനമാണ്. എന്താണ് ശ്രേണിപരമായിട്ടുള്ള സംഘാടനം? ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും എന്താണ്? കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണ് എന്ന് പറയുന്നത് ശ്രേണി പരമായിട്ടുള്ള സംഘാടനം എന്ന് അറിയപ്പെടുന്നതാണ്. രണ്ടാമത്തേത് സ്ഥിരതയാണ്. ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ എന്തുണ്ടാവും? ഒരു സേവന കാലാവധി ഉണ്ടായിരിക്കും. മൂന്നാമത്തെ എന്താണ്? യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനമാണ്. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്തേത് രാഷ്ട്രീയ നിഷ്പക്ഷതയാണ്. രാഷ്ട്രീയ നിഷ്പക്ഷത. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കുവാൻ ആരാണ്? ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? പ്രതിഫലിക്കുവാനായിട്ട് പാടില്ല. അതായത് എന്ത് ചെയ്യണം? അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എന്തായിരിക്കണം?
നിഷ്പക്ഷരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം. മൂന്നാമത്തേത് പ്രൊഫഷണലിസം ആണ്. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യണം? തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ എന്താണ്? വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. ഈ പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞത് ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന്, ശ്രേണിപരമായിട്ടുള്ള സംഘടന. മുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ, ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതിന്റെ കീഴിലായിട്ട് എന്താണ്? ഒരുപാട് ഉദ്യോഗസ്ഥർ. ഇതിനെയാണ് ശ്രേണിപരമായിട്ടുള്ള സംഘടന എന്ന് പറയുന്നത്. സ്ഥിരത. നിങ്ങൾക്കറിയാം എന്താണ്? ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക ഒരു വയസ്സ് വരെയുള്ള സേവന കാലാവധി ഉണ്ടാകും. പിന്നെ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനം, വിദ്യാഭ്യാസ യോഗ്യതക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ഇവരെ നിയമിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയ നിഷ്പക്ഷത, അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും അവര് പറയുന്ന നയങ്ങൾ നടപ്പിലാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് എന്തുണ്ടാവും? ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണ്? ഇവര് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. അവരുടെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സിൽ ഒരു ഉദ്യോഗസ്ഥന് വിശ്വാസമുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പാടില്ല? തടയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഈ ഗവൺമെന്റ് ജീവനക്കാർ എന്ന് പറയുന്നത് നിഷ്പക്ഷരായിട്ട് പ്രവർത്തിക്കണം. അടുത്തത് പ്രൊഫഷണലിസം ആണ്. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എന്താണ്? തങ്ങൾ നിർവഹിക്കുന്ന തൊഴിലുകളിൽ എന്തായിരിക്കും? പ്രൊഫഷണൽ ആയിരിക്കും. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഈ സവിശേഷതകൾ എന്താണ്? ഉണ്ടായിരിക്കും. ഇനി ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ ഗവൺമെന്റ് സർവീസിലേക്ക് നിയമനത്തിന് വേണ്ടിയുള്ള PSC ആണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലാണെങ്കിൽ കേരള PSC ആണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് സർവീസിലേക്കുള്ള ആളുകളെ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട് ചെയ്യുന്നത്. അത് തന്നെ കേന്ദ്ര ഗവൺമെന്റിലാണെങ്കിൽ എന്തായിരിക്കും? UPSC ആയിരിക്കും. പിന്നെ എന്താണ്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലെയുള്ള മറ്റു ചില സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുക എന്നുള്ളത് എന്താണ്? വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രാരംഭ നടപടിയാണ് എന്തെന്ന് പറയുന്നത് വിജ്ഞാപനം പുറപ്പെടുവിക്കുക എന്നുള്ളത്. തുടർന്ന് മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിന്റെയോ അടിസ്ഥാനത്തിൽ എന്താണ്? ഏറ്റവും യോഗ്യരായവരെ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുത്ത വിവിധ ഗവൺമെന്റ് ഓഫീസുകളിൽ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാവരും തന്നെ എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിനെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും എന്താണ്? വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അപ്പൊ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ എന്താണ്? ഭാഗമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ എന്താണ്? മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ തലത്തിൽ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുക്കപ്പെടുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. നിങ്ങൾക്കറിയാം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു IAS കാരനായിരിക്കും. ഇവിടുത്തെ എല്ലാ വകുപ്പുകളുടെയും സെക്രട്ടറി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് ആരായിരിക്കും? ഒരു സിവിൽ സർവീസുകാരനായിരിക്കും. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ പറയുന്നത് എന്തായിരുന്നത്? അഖിലേന്ത്യാ സർവീസ്. ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യും? കേന്ദ്ര സർക്കാരിലും പ്രവർത്തിക്കും, സംസ്ഥാന സർക്കാരുകളിലും പ്രവർത്തിക്കും. ഉദാഹരണമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. ഇനി കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസ്. ദേശീയ തലത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ എന്ത് ചെയ്യുന്നു? ഇവരെ നിയമിക്കുന്നു. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്. പിന്നെ എന്താണ്? ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഇതൊക്കെ എന്താണ്? കേന്ദ്ര സർവീസുകൾക്ക് ഉദാഹരണമാണ്. ഇനി സംസ്ഥാന സർവീസ്. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഉദാഹരണം സെയിൽ ടാക്സ് ഓഫീസ്. നമുക്കെല്ലാം ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന വില്ലേജ് ഓഫീസ്, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC എന്ന് പറയുന്നതിന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുവാൻ അതാണ് വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ UPSCക്ക് ഉണ്ട്. അപ്പോ അത് തന്നെ സംസ്ഥാന തലങ്ങളിൽ വരുമ്പോൾ എന്താണ്? ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ PSC ആണ്. അതായത്
പബ്ലിക് സർവീസ് കമ്മീഷനാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണ്. UPSCയും PSC ഇത് രണ്ടിനെ കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് UPSC, PSC മുതലായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്, ഭരണഘടന സ്ഥാപനങ്ങളാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായിട്ടുള്ള സംഘാടനം ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് എന്താണ് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി എന്താണ് ഗവൺമെന്റ് ചില പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭരണ നവീകരണം ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായിട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെന്റ് പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവയാണ് എന്തെന്ന് പറയുന്നത്? ഭരണ നവീകരണം എന്ന് പറയുന്നത്. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് എന്താണ് ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും എന്താണ് ഭരണപരിഷ്കാര കമ്മീഷനുകൾ എന്ത് ചെയ്യാറുണ്ട്? രൂപീകരിക്കാറുണ്ട്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതിലൊന്നാമത്തേത് ഗവേൺസ് ആണ്. ഗവേൺസ് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളിലൊന്നുമില്ലാതെ എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായിട്ടുള്ള സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്നാണ് APJ അബ്ദുൽ കലാം ഗവേണൻസിനെ എന്ത് ചെയ്തത്? വിശേഷിപ്പിച്ചത്. ഗവേണൻസിനെ കുറിച്ച് APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി എന്താണ്? ഭരണ രംഗത്തും നമ്മൾ എത്തിയേണ്ടതുണ്ട്, പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളുടെ ഭരണരംഗത്തെ പ്രയോഗമാണ് എന്ന് പറയുന്നത് ഗവേൺസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് എന്ത് ചെയ്തു? സഹായകമായിട്ട് മാറി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഗവേണൻസിന് എന്താണ്? ഉദാഹരണമാണ്. അപ്പോ ഗവേൺസ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ എന്താണ് നമുക്ക് സേവനങ്ങൾ ലഭിക്കാൻ തുടങ്ങി. എന്താണ്? സേവനങ്ങൾക്കായിട്ട് സർക്കാർ ഓഫീസുകളിൽ എന്താണ്? കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം എന്താണ്? കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ എന്താണ്? കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ. ഇപ്പോ ഗവേൺസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് എന്ന് പറയുന്നത് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിന്റെ എന്താണ്? പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമികമായിട്ടുള്ള അറിവാണ് എന്ന് പറയുന്നത് സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള, അല്ലാതെ നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് എടുത്തതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ഈ ചാപ്റ്ററിൽ എന്താണ് അത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകില്ല. ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വായിച്ചു പോവുകയുള്ളൂ. അത് അതിൽ കുറെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടതുകൊണ്ട് അതൊക്കെ നമ്മൾ വേറെ വേറെ ക്ലാസ്സുകളായിട്ട് എടുക്കും. ഇപ്പൊ എന്ത് ചെയ്യുക, ഇതിലുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നമുക്കൊന്ന് വായിച്ചു പോയിട്ട് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, തീർക്കാം. കാരണം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നൊക്കെ പറയുന്നത് 2 ക്ലാസ്സുകളായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു ക്ലാസ് എടുത്ത് ഇനി ഒരു ക്ലാസ് കൂടി എടുക്കാണ്ട് അത് നമ്മൾ വേറെ എടുക്കും. പക്ഷെ എന്താണ്, ഇതിലുള്ള ഭാഗങ്ങൾ കൂടി എന്ത് ചെയ്യുക, നമ്മൾ തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് മുതൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ എന്താണ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഇതിൽ എടുത്തു പോകുന്നതായിരിക്കും. അപ്പോ നിങ്ങൾ നോക്കുക, അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ. നമ്മൾ ആദ്യം തന്നെ ഒരു വിവരാവകാശം കൊടുത്തില്ല, അതിന്റെ ഒരു മറുപടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രേഷിതൻ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ,
സ്വീകർത്താവ് സി സുരേഷ് അവിടെ കൊടുത്ത ചോദ്യത്തിനുള്ള മറുപടിയാണ് വിഷയം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് താങ്കളുടെ ഇന്ന ഡേറ്റിലുള്ള അപേക്ഷ പ്രകാരം താങ്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ക്രമപ്രകാരം ഇവിടെ ചേർക്കുന്നു. അവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇവിടെ കൊടുക്കുന്നത്. ഉത്തരം 1 ഉണ്ട്. ലൈബ്രറി ഉണ്ടോ എന്നാണ് ആദ്യം ചോദ്യം. ഉണ്ടെങ്കിൽ പ്രവർത്തന സമയം ഏത്? അതിന്റെ ഉത്തരമാണ് ഇതാകേണ്ടത്. 10 AM മുതൽ 4 PM വരെ. പ്രത്യേക ചുമതലക്കാരനുണ്ടോ? പ്രത്യേകം നിയമിക്കപ്പെട്ട ലൈബ്രറിയൻ ഇല്ല. സ്കൂളിലെ ഒരു അധ്യാപികയ്ക്ക് അധിക ചുമതല നൽകിയിരിക്കുന്നു. സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം എത്ര പുസ്തകങ്ങളുണ്ട്? 6216 പുസ്തകങ്ങളുണ്ട്. കാരണം ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, വിവരാവകാശ കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുക. ഈ 2005 വിവരാവകാശ നിയമപ്രകാരമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരം വിവരാവകാശങ്ങൾക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതും എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിന് ഉത്തരങ്ങൾ കിട്ടുന്നതും. രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് എന്ത് ചെയ്തു, വഴിയൊരുക്കി. ഇത് രാജ്യത്ത് എന്താണ്, പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്ത് ചെയ്തു, ഉറപ്പുവരുത്തി. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം എന്ത് ചെയ്യുന്നു, ലക്ഷ്യമിടുന്നു. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുവാനും ഈ നിയമത്തിലൂടെ എന്ത് ചെയ്യുന്നു, കഴിയുന്നു. അപ്പൊ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയില്, അങ്ങനെ പൊതു അധികാരങ്ങൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയ എന്ത് ചെയ്യുക, പൊതുവിവരാവകാശത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയുവാൻ അതിനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനം സഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിന് എന്താണ്, പകർപ്പ് ആവശ്യപ്പെടാവുന്നതാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണിക്കുന്ന വിവരങ്ങൾ, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ വെളിപ്പെടുത്തേണ്ടത് ഇല്ല. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ജസ്റ്റ് എന്താണ്, വായിച്ചു പോയി എന്ന് മാത്രം. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുവാനും ചുമതലകൾ നിർവഹിക്കുവാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും എന്താണ്, വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും എന്താണ്, വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതുമായിട്ടുള്ള തൃപ്തികരമല്ലാത്തതുമായ മറുപടി തരികയാണെങ്കിൽ എന്താണ്, വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ എന്താണ്, വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മേൽ എന്താണ് 250 രൂപ വരെ എന്താണ് പിഴ ചുമത്തുവാൻ കമ്മീഷൻ എന്തുണ്ട്, അധികാരമുണ്ട്. സേവന അവകാശം. സർക്കാർ ഓഫീസുകളിൽ എന്താണ്, ഇവിടെ എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്ന് കാണിച്ചുകൊണ്ട് എന്താണ് ഒരു ബോർഡ് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്ന് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ അവസരം ഒരുക്കുന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത് സേവന അവകാശ നിയമം എന്ന് പറയുന്നത്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എന്താണ്, എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം എന്ത് ചെയ്യുന്നു, അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലസമയത്തിനുള്ളിൽ എന്താണ് പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു, പിഴ കൊടുക്കണമെന്നും എന്ത് ചെയ്യുന്നു, ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും എന്താണ് അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായിട്ടും എന്താണ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാവും. പൊതുസമൂഹത്തിൽ എന്താണ് നിരന്തരമായ ഇടപെടലുകളും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും എന്താണ് സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ലോക്പാലും ലോകായുക്തയും ഭരണതലത്തിലും ഉദ്യോഗസ്ഥർക്കിടയിലും എന്താണ്
രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ എന്താണ് അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനമാണ് എന്ന് പറയുന്നത് ലോക്പാൽ എന്ന് പറയുന്നത്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കുന്ന അഴിമതികളിൽ എന്താണ് കേസെടുത്ത് അന്വേഷിക്കുവാനും നടപടികൾ നിർദ്ദേശിക്കുവാനും ലോക്പാലിന് അധികാരമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ എന്താണ് അഴിമതി കേസുകൾ നടത്തുന്നതിന് പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് എന്ന് പറയുന്നത് ലോകായുക്ത എന്ന് പറയുന്നത്. കോടതി നടപടികളുടെ രീതിയാണ് എന്നുള്ളത് ഇവയ്ക്ക് ഉള്ളത്. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും എന്താണ് ഈ ഓഫീസിൽ എന്താണ് സേവനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുകയാണെങ്കിൽ താഴെ പറയുന്ന വിലാസത്തിൽ വിളിക്കുക എന്നുള്ളത് നിങ്ങൾ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും എന്താണ് കണ്ടിട്ടുണ്ടാകും. അഴിമതി തടയുന്നതിനായിട്ട് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 എന്ത് ചെയ്തത് ഇത് നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ എന്താണ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഇതിന് രൂപം നൽകിയത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസർ എന്ത് ചെയ്യുന്നു പ്രവർത്തിച്ചു വരുന്നു. വിജിലൻസ് കേസുകളിൽ എന്താണ് അന്വേഷണം നടത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ് എന്ന് പറയുന്നത് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുക സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതലയാണ്. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും എന്താണ് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. അടുത്തത് ഓംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിന്റെ ഭാഗമാണ്. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ എന്താണ് ചുമതലകളിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്താണ്. നമ്മൾ പറഞ്ഞു വിവരാവകാശ നിയമം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്താ വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാ സ്വിറ്റ്സർലാൻഡ് ആണ്. അതുപോലെ ഈ ഓംബുഡ്സ്മാൻ സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡ് അല്ല സ്വീഡൻ അല്ലേ? ഈ സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സ്വിറ്റ്സർലാൻഡ് ആണോ സ്വീഡനാണോ? സ്വീഡനിലാണ് സ്വിറ്റ്സർലാൻഡ് അല്ലാണ്ടോ സ്വീഡനാണ്. അതായത് ഓംബുഡ്സ്മാൻ സംവിധാനവും ആദ്യമായിട്ട് നടപ്പിലാക്കിയത് സ്വീഡനാണ്. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് എന്ത് ചെയ്യുന്നത് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ജനങ്ങൾക്ക് എന്താണ് നേരിട്ട് പരാതിയുമായിട്ട് ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്തുവാനും നടപടിക്ക് ശുപാർശ ചെയ്യുവാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കുവാനും പരിഹരിക്കുന്നതിനുമായിട്ടും എന്താണ് ഓംബുഡ്സ്മാൻ സംവിധാനം എന്ത് ചെയ്തത് ആരംഭിച്ചത്. സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുമുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ എന്താണ് അഴിമതിയായിട്ടാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനം എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് പൊതുഭരണ സംവിധാനം എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അങ്ങനെ അത്രക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും തന്നെ എന്തല്ല ഇല്ല. എല്ലാം കുറെയൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചതാണ്. പക്ഷെ ഈ ചാപ്റ്റർ എന്താണ് ഒന്ന് വായിച്ചിരിക്കേണ്ടത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എന്താണ് PSC പഠിക്കാൻ അല്ലെങ്കിലും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ എന്താണ് പലതിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ക്ലാസ്സുകൾ എടുക്കും. ഇപ്പൊ നമ്മള് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞു. ഈ ഒരു ക്ലാസ് കൂടി കഴിയുമ്പോൾ വിവരാവകാശ കമ്മീഷൻ കഴിയും. അതുപോലെ നമ്മൾ ഓരോ വിഷയവും എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്ലാസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ കുറച്ച് ഇന്ന് തന്നെ എന്ത് ചെയ്തത് വളരെ സ്പീഡിൽ എടുത്ത് തീർത്തത്. ഇതിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്കിതിൽ അത്രയ്ക്ക് ഇതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി പഠിക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ചാപ്റ്റർ എന്ത് ചെയ്തത് നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ എടുത്തു പോയത്. നമ്മൾ അടുത്ത ചാപ്റ്റർ എന്താണ്
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടന്ന സമരങ്ങളെ കുറിച്ചാണ്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കേണ്ട ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും. ഇതിപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്തത്, ഈ ചാപ്റ്റർ തീർത്തത്. ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ വേറെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് അതിലേക്ക് മാറ്റി വെക്കും. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് വേറെ സംശയങ്ങളുടെ ഇടവരേണ്ട കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോ ഇതോടുകൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.